ഈസ്റ്റളേരി പഞ്ചായത്തിലെ കടുമേനി സർക്കാരി ഉന്നതിയിലെ സച്ചു സതീഷിന് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ പങ്കെടുക്കാൻ കാഞ്ഞങ്ങാട് കൂട്ടായ്മയുടെ കൈത്താങ്ങ് 1,11,111 രൂപ കൈമാറി. കാസർഗോഡ് ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ ഭരതനാട്യം, കുച്ചിപ്പുടി, കേരള നടനം എന്നീ ഇനങ്ങളിൽ 1ാം സ്ഥാനം നേടി സംസ്ഥാന തലത്തിലേക്ക് യോഗ്യത നേടിയ തോമാപുരം സെന്റ് തോമസ് സ്കൂളിലെ സച്ചു സതീഷിന് വേണ്ടി കാഞ്ഞങ്ങാട്ടെ കൂട്ടായ്മയാണ് പണം സ്വരൂകൂട്ടിയത്. വ്യാപാര ഭവനിൽ നടന്ന ചടങ്ങിൽ കൂട്ടായ്മയിലെ പ്രവർത്തകർ ചേർന്ന് ചെക്ക് കൈമാറി. മാധ്യമപ്രവർത്തകൻ VU മാത്യുക്കുട്ടി ഉദ്ഘാടനം ചെയ്തു. ഈ വർഷം മുഴുവൻ ധന്യമാക്കുന്നതിന് തുല്യമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ അതിനാദ്യം തന്നെ നമ്മുടെ ഈ കൂട്ടായ്മയിലെ എല്ലാവരെയും അതുപോലെ തന്നെ സച്ചു സതീഷിന്റെ അമ്മ ബിന്ദുവിനെയും എല്ലാവരും അഭിനന്ദിക്കുകയാണ്. കാരണം മാതൃഭൂമിയോടും അതുപോലെ തന്നെ ഈ സച്ചു സതീഷിന്റെ ഈ നേട്ടത്തോടും ചേർന്ന് നിൽക്കാൻ ഇവർക്ക് എല്ലാവർക്കും ആയി. അതുകൊണ്ടാണ് ഇപ്പോൾ നമുക്കിവിടെ ഒത്തുകൂടാനായത്. അപ്പം മറ്റൊരു ചെറിയൊരു കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. അതായത് സച്ചു സതീഷിന്റെ കാര്യമൊക്കെ പറഞ്ഞു, ജയകൃഷ്ണൻ പറഞ്ഞു, അതുപോലെ തന്നെ അധ്യക്ഷനും സൂചിപ്പിച്ചു എന്തൊക്കെയായിരുന്നു അദ്ദേഹത്തിന്റെ സാഹചര്യങ്ങൾ എന്നുള്ളത്. അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം, ഇതുപോലെ ഒരു ക്ലാസിക്കൽ നൃത്തരൂപങ്ങളിൽ ഒരു ജില്ലാ തലത്തില് അതുപോലെ നമ്മുടെ സ്കൂൾ കലോത്സവത്തിൽ ഇത്രയും മത്സരം നടക്കുന്ന അതിൽ ഇങ്ങനെ ഒരു ഉയരങ്ങളിലേക്ക് എത്തുകയും അതുപോലെ തന്നെ സംസ്ഥാന തലത്തിലേക്ക് ഈ പങ്കെടുത്ത 3 യോഗ്യത നേടി. ഇപ്പോൾ 1 2 ഒക്കെ ആണെങ്കിൽ അങ്ങനെ, പക്ഷേ പങ്കെടുത്ത 3 യോഗ്യത നേടാനായി എന്നുള്ളതാണ്. കൂട്ടായ്മയിലെ സുകുമാരൻ പെരിയച്ചൂർ അധ്യക്ഷനായി. കർഷകനും പരിസ്ഥിതി പ്രവർത്തകനുമായ ദിവാകരൻ കടിഞ്ഞിമൂലയും അർബുദത്തെ അതിജീവിച്ച കെ വാസന്തിയും സച്ചുവിന് പുസ്തകങ്ങൾ സമ്മാനിച്ചു. കാഞ്ഞങ്ങാട് JK ജംഗ്ഷൻ എന്ന വാട്സപ്പ് ഗ്രൂപ്പ് അത് നിരവധി പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനു മുന്നേ നമ്മുടെ ആദ്യത്തിന് ഒരു വാട്സപ്പ് കാഞ്ഞങ്ങാട് അവരും പ്രമുഖരും എല്ലാവരും ഉൾക്കൊള്ളുന്ന ഒരു വാട്സപ്പ് ഗ്രൂപ്പ്. അതിൻ്റെ ഭാഗമായിട്ടാണ് മാതൃഭൂമി പത്രത്തിലെ ഒരു റിപ്പോർട്ട് കണ്ടു. സച്ചു സതീഷിൻ്റെ കലാപഠനത്തിന് വേണ്ടിയിട്ട് സച്ചു സതീഷും അമ്മയും കൂടി വിഷമിക്കുന്ന യുവജനോത്സവത്തിൽ അതിൻ്റെ ഭാഗമായിട്ട് വാട്സപ്പ് ഗ്രൂപ്പിൽ പലരും തുക അറിഞ്ഞുകൊണ്ട് ഇങ്ങോട്ടേക്ക് തരികയും അതിൻ്റെ ഭാഗമായിട്ടാണ് 1,11,111 രൂപ എന്ന മാജിക് നമ്പറിലേക്ക് പെട്ടെന്ന് തന്നെ ഒരാഴ്ച 2 ആഴ്ച കൊണ്ടാണ് ഇത്രയും തുക സാഫല്യമായത്. ശാരീരിക വെല്ലുവിളി നേരിടുന്നവരുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്ന രാജാമണി കുഞ്ഞിമംഗലം ക്യാഷ് പ്രൈസ് നൽകി. സാമൂഹിക പ്രവർത്തകൻ MK വിനോദ് കുമാർ, മാധ്യമപ്രവർത്തകൻ EV ജയകൃഷ്ണൻ, കാഞ്ഞങ്ങാട് സീനിയർ ചേംബർ പ്രസിഡന്റ് K ബാലകൃഷ്ണൻ നായർ, കവയിത്രി CP ശുഭ, പോസ്തുർഗ മാരിയമ്മ ക്ഷേത്രം ചെയർമാൻ B മുകുന്ദപ്രഭു, മുസ്ലിം ലീഗ് നേതാവ് A ഹമീദ് ഹാജി, BJP നേതാവ് HR ശ്രീധരൻ, മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് CK ആസിഫ്, ഇക്ബാൽ ഹയർ സെക്കൻഡറി സ്കൂൾ മുൻ PTA പ്രസിഡന്റ് അഹമ്മദ് കിർമാണി, കാഞ്ഞങ്ങാട് റോട്ടറി പ്രസിഡന്റ് അഡ്വക്കേറ്റ് A രാധാകൃഷ്ണൻ, മുസ്ലിം സർവീസ് സൊസൈറ്റി സംസ്ഥാന സെക്രട്ടറി PM അബ്ദുൽ നാസർ, അജാനൂർ ലയൺസ് ക്ലബ് പ്രസിഡന്റ് KV സുനിൽ രാജ്, കാഞ്ഞങ്ങാട് ദുർഗ ഹയർ സെക്കൻഡറി സ്കൂൾ PTA വൈസ് പ്രസിഡന്റ് നാരായണൻ മുതൽ, സിനിമാ താരം സിജി രാജൻ, അജിത് പാട്ടിം എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.